ഓഗസ്റ്റ് 2025 വ്യാഴം. മന്ത്രിസ്ഥാന നഷ്ടം. ബില്ലുകൾ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ബഹളച്ചൂടിനിടെ ബിൽ JPCക്ക്. കീറിയെറിഞ്ഞ് പ്രതിഷേധം. 30 ദിവസം ജയിലിൽ കടന്നു കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടും എന്നുള്ളത് ഇന്നലെ നമ്മൾ പറഞ്ഞില്ല. അത് ലോക്സഭയിൽ ഇന്നലെ അവതരിപ്പിച്ചായിരുന്നു. പക്ഷെ പ്രതിപക്ഷം അതിനെ എതിർത്തു കേട്ടോ. ഡൽഹി മുഖ്യമന്ത്രിക്ക് നേരെ ആക്രമണം. വിമർശിച്ച് സുപ്രീം കോടതി. സ്ഥിരം ജോലിക്കാർക്ക് താൽക്കാലികക്കാരെ ചൂഷണം ചെയ്യരുത്. ഓൺലൈൻ മണി ഗെയിം നിരോധന ബില്ല് പാസ്സാക്കി കേട്ടോ. ഓൺലൈനൊന്നും ഇനി മണി ഗെയിമിംഗ് ഉണ്ടാവത്തില്ല. ഷൊർണൂർ നിലമ്പൂർ പാതയിൽ രാത്രികാല മെമു സർവീസ് 23 മുതൽ. ഗാസ സിറ്റി പിടിക്കാൻ പടയൊരുക്കം. വെസ്റ്റ് ബാങ്ക് കുടിയേറ്റത്തിന് അംഗീകാരം. വെടിനിർത്തലൊക്കെ ഉണ്ടെന്ന് ഇന്നലെ പറയും. ഇന്നിപ്പോ വെടിനിർത്തലൊന്നും ഇല്ല കേട്ടോ. അതിൻ്റെ ഇതൊന്നും കാണുന്നില്ല. വെളിച്ചെണ്ണ പൊതുവിപണിയിൽ വില കുറഞ്ഞു. കേരഫെഡ് കുറച്ചില്ല. കൊപ്ര ആവശ്യത്തിന് ലഭിച്ചാൽ വെളിച്ചെണ്ണ വില കുറയ്ക്കാമെന്ന് കേരഫെഡ്. ഇനിയിപ്പോൾ കൊപ്ര കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും വില കുറയാൻ. 18% GST ഒഴിവാക്കാൻ ശുപാർശ വന്നേക്കും. ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം. സ്വർണം പവന് 73,440. പന്നിപ്പടക്കം പൊട്ടിത്തെറിച്ച് 4ാം ക്ലാസ് വിദ്യാർത്ഥിക്കും വയോധികയ്ക്കും പരുക്ക്. പാലക്കാട്. CPI അംഗസംഖ്യ കൂടി. സംസ്ഥാന സമ്മേളനത്തിലേക്ക് കണക്കുകൾ. തിരിച്ചടിക്ക് ശേഷമുള്ള വർധന. ആൾക്കാർ കൂടുന്നുണ്ടെന്നാണ് പറയുന്നത് CPIയിലൊക്കെ. സ്വർണ്ണസാന്ദ്ര. ദേശീയ സീനിയർ അത്ലറ്റിക്സ് വനിതാ ട്രിപ്പിൾ ജമ്പിൽ സാന്ദ്ര ബാബുവിന് സ്വർണം. അലീന സജിക്ക് വെള്ളി. മത്സരത്തിൽ അവസാന ജമ്പിൽ സാന്ദ്രയ്ക്ക് പരിക്ക്. സ്കൂൾ കായികമേള ചാമ്പ്യൻഷിപ്പ്. ഇനി സ്വർണ്ണ കപ്പ്. അത് വെരി ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. സ്വർണ്ണ കപ്പൊക്കെയാണ് നിർബന്ധം. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു.